ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എഗ് പപ്സ് ആണ്. ഓവനൊന്നുമില്ലാതെ ബേക്കറിയിൽ കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെയാണ് എഗ് പപ്സ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണയും ചേർത്ത് കൊടുക്കാം കുഴയ്ക്കുമ്പോൾ. ഇതിനെയും ഈ രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഈ രീതിയിലൊന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് ഒരു 4-5 ഇതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്ത ഓരോ പീസും ഇനി നമുക്ക് ഓരോ ബോളുകളാക്കി എടുക്കണം. ഇതുപോലെ ഓരോരോ ബോളുകളാക്കി മാറ്റാം. ഈ ഓരോ ബോളും ഇനി നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. ഈ ഓരോന്നും പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുക്കണം. ഞാനിവിടെ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഓരോന്നും ഇതുപോലെ പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ തേച്ച് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കണം. ഇതുപോലെ ഈ ഒരു രീതിയിൽ ഞാനെല്ലാം പരത്തിയെടുത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കണം. ഇതിനെ പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ ആ ഒരു ലെയർ കറക്റ്റായിട്ടൊന്ന് വരാൻ വേണ്ടിയാണ് ഈ 4 സൈഡും കട്ട് ചെയ്ത് കളയുന്നത്. ഇനി നമുക്ക് എന്തോരമാണോ ആവശ്യം, എത്ര എണ്ണം വേണം എന്നുള്ള അതിനനുസരിച്ചിട്ടുള്ള ഓരോ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ നോക്കിയാൽ അറിയാം അത്രയും നല്ല ലെയറുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചോപ്പ് ചെയ്ത സവോള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ഒന്ന് എണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം ഒന്ന് ചേർത്തൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പപ്സിൻ്റെ ഷീറ്റിലേക്ക് കുറച്ച് വെച്ച് നമുക്ക് മടക്കിയെടുക്കാം. ഇതുപോലെ കുറച്ച് ഗ്രേവി വെക്കണം. ഞാൻ എഗ്ഗ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പകുതി മുറിച്ച് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും നടുക്കിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് ഒന്ന് വെക്കണം. ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ വെക്കാൻ പോകുന്ന ഈ പ്ലേറ്റിൽ കുറച്ച് ബട്ടർ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ പപ്സിൻ്റെ മുകളിലും അതിൻ്റെ ഒരു നല്ല ക്രിസ്പി ആകാൻ വേണ്ടി ബട്ടർ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ അടിയിൽ ഞാനൊരു തിരിക വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്തിലാണ് ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ പാത്രം വെച്ചേക്കുന്നത്. ഈ രീതിയിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 30 മിനിറ്റ്സ് എടുക്കും. ഇപ്പോൾ ഏകദേശം നന്നായി ഒരു 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ബേക്കായി വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു